ആൻഡ് വെൽക്കം ടു ഐഡിയ പോപ്കോൺ സ്ട്രീറ്റ്. ഞാൻ ഗീത. അർത്ഥമില്ലാത്ത റൊമാൻസും ആക്ഷനും ചിത്രീകരിക്കുന്ന മലയാളം ഫിലിംസിന്റെ ആ കാലം കഴിഞ്ഞു. ഈ കാലം പുതിയ ആക്ടേഴ്സ് വന്നതോടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ മുഖമാകെ മാറി. ഈ മുഖമാറ്റം ദർശിക്കുന്ന 3 മലയാളം ഫിലിംസാണ് നിങ്ങളുടെ മുന്നിൽ ഈ ആഴ്ച ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഐഡിയ പോപ്കോൺ സ്ട്രീറ്റ് സ്പെഷ്യൽ ഫീച്ചറിൽ. മലയാള സിനിമകളിൽ സെൻസ് ഇല്ലാത്ത റൊമാൻസ് ആൻഡ് ആക്ഷൻ ഫിലിംസിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ യുവ നടൻ നടിമാർ മോളിവുഡിന്റെ ഛായ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ആഴ്ച ഐഡിയ പോപ്കോൺ സ്ട്രീറ്റ് സ്പെഷ്യൽ ഫീച്ചറിൽ ഞങ്ങൾ മലയാളം സിനിമയിൽ ഉണ്ടായ മേക്ക് ഓവർ എടുത്ത് കാണിക്കുന്നു. 3 ചലച്ചിത്രങ്ങളാണ് കൊണ്ടുവരുന്നത്. ചാർലി കുഞ്ചക്ക ദുൽഖർ സൽമാനും പാർവതിയും അഭിനയിച്ച 2015 റൊമാൻറ്റിക് ബ്ലോക്ക് ബസ്റ്ററാണ്. ഈ മൂവി ഒരിക്കലും തമ്മിൽ കണ്ടിട്ടില്ലാത്ത ഒരു കെയർലെസ് നാടോടിയായി വരുന്ന ദുൽഖർ സൽമാനുടെയും പാർവതിയുടെയും റൊമാൻറ്റിക് ഡ്രാമയാണ്. നന്നായി എഴുതിയിരിക്കുന്ന ഈ സിനിമയിൽ ആക്ടർ ഒരു ബൊഹീമിയൻ അറ്റയറിൽ പാരമ്പര്യത്തിന്റെ ബന്ധങ്ങൾ എതുവുമില്ലാതെ ജീവിക്കുന്ന ഒരാളായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആക്ട്രസും ഒരു ഫ്രീ വേൾഡ് ഇൻഡിപെൻഡന്റ് ഗേളായാണ് കാണുന്നത്. അങ്ങനെ മൂവി ബോളിവുഡിലെ പുതിയ ഫ്ലേവേഴ്സ് എടുത്ത് കാണിക്കുന്നു. നിതിൻ പോളിയും അരോണ സെബാസ്റ്റ്യൻ, സായ് പല്ലവി അഭിനയിച്ച പ്രേമം 2015 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയും ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം കളക്ഷൻ നേടിയ രണ്ടാമത്തെ ചിത്രവുമാണ്. സിനിമയിൽ ലീഡ് ആക്ടറുടെ ജീവിതത്തിൽ 3 കാലഘട്ടത്തിൽ തോന്നുന്ന പ്രേമത്തെക്കുറിച്ചും പിന്നീട് അയാളുടെ 30s അയാൾ മൂന്നാമതായി പ്രേമിക്കുന്ന കുട്ടിയെ കല്യാണം കഴിക്കുന്നതും കാണിക്കുന്നു. ജെയിംസ് ആൻഡ് ആലിസ് പൃഥ്വിരാജ് വേദിക അഭിനയിച്ച 2016 ഹിറ്റ് മൂവിയാണ്. ഈ മൂവിക്കും മലയാളം സിനിമയുടെ മേക്ക് ഓവറിൽ പങ്കുണ്ട്. ഈ സിനിമയിൽ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാരേജിലേക്ക് ജീവിതം മാറുമ്പോൾ ദമ്പതികൾ തമ്മിൽ ഉണ്ടാവുന്ന കമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ആണ് കാണിക്കുന്നത്. യൂത്തിലുള്ള ലൈഫും റിലേഷൻഷിപ്പും മാരേജും പിന്നീട് അതിന്റെ ആഫ്റ്റർ എഫക്ട്സും അർബൻ യൂത്തിന്റെ ഇപ്പോഴത്തെ ജീവിതത്തിലെ ഒരു ഗ്ലിംസ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ സ്റ്റോറിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞങ്ങളോട് പറയൂ കമന്റ്സിലൂടെ. കൂടുതൽ മോളിവുഡ് ട്രെൻഡ് അപ്ഡേറ്റ്സിനായി വിസിറ്റ് ചെയ്യൂ ഐഡിയ പോപ്കോൺ സ്ട്രീറ്റ്.